എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മ്യൂസിയം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് അമ്പരന്ന് നിൽക്കുന്നത്. അതും ഒരു പ്രൈവറ്റ് മ്യൂസിയം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, വർഷാവിയലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കേരള ഫോക്ലോർ മ്യൂസിയത്തിലാണ് വന്നിട്ടുള്ളത്. 2013 ചാൾസ് രാജകുമാരനും ഭാര്യ കമീലയും കേരളം സന്ദർശിച്ചപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ വെച്ചാണ് അവർ കളരിപ്പയറ്റും കഥകളിയൊക്കെ കണ്ടത്. അങ്ങനെ നമ്മളും ഈ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇതിൻ്റെ അകത്തളം, സിറ്റ് ഔട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. ഇവിടെയും കുറച്ച് ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒന്നും അല്ല മക്കളെ, ഇതിൻ്റെ അകത്താണ് മാജിക്. അങ്ങനെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ വാതിൽ തുറന്ന് ഞാൻ അകത്ത് പ്രവേശിച്ചപ്പോൾ എൻ്റെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവമില്ലേ, ഈ ഒരു അമ്പരപ്പില്ലേ, ഈ വാതിൽ തുറന്നു വരുന്ന എല്ലാവരുടെയും മുഖത്ത് ഈ അമ്പരപ്പ് ഉണ്ടാകും, ഞാൻ ഗ്യാരണ്ടി. പക്ഷേ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് ഒരു ഗും കിട്ടുന്നുണ്ടാവില്ല. കാരണം ലോകത്ത് ഒരു ക്യാമറയ്ക്കും അതിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഡിം ലൈറ്റും ഇരുട്ടുമുറിയും ഒക്കെ ആയിരുന്നേ. നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ കാണണം ഈ വീഡിയോ കണ്ടതിന് ശേഷം കേട്ടോ. അതേ അർജുനനും ശ്രീകൃഷ്ണനും ഒക്കെ ഇനി എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് അപ്ലോഡ് ചെയ്ത് ആരും മ്യൂസിയം കാണാൻ വരില്ലല്ലോ എന്ന് ഓർത്തായിരിക്കും കുറച്ച് ഡിം ലൈറ്റ് ഒക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ നന്നങ്ങാടി നമ്മൾ 6ലോ 7ലോ പഠിച്ചിട്ടില്ലേ, പണ്ട് കാലത്ത് ആളുകളെ അതിൻ്റെ അകത്താക്കി വെച്ചിട്ടാണ് മരിച്ച ആളുകളെ മറവ് ചെയ്തിരുന്നതെന്നൊക്കെ, അങ്ങനെ എന്തോ അല്ലേ. പിന്നെ ഇതേ നോക്കിക്കേ, നന്ദി വിഗ്രഹം. അയ്യോ, ഇതെൻ്റെ നന്ദിയല്ല, എൻ്റെ മനസ്സിലെ നന്ദി ഇതല്ല എന്നായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ ക്ഷേത്രങ്ങളിലെ നന്ദിക്ക് ഈ മുഖം അല്ലല്ലോ. ഇത് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നാണ്, 16ാം സെഞ്ചുറിയിലേതാണ് കേട്ടോ. പിന്നെ ഇതെന്താന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ഇന്ദ്രേട്ടൻ്റെ വാഹനം, ഐരാവതം ദേവേന്ദ്രൻ്റെ വാഹനം. പിന്നെ ഇതാ മുകളിലോട്ട് നോക്കിക്കേ, മുഖലിംഗ, ശിവലിംഗത്തിൽ മുഖമൊക്കെ വെച്ചത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ശിവലിംഗത്തിൽ ഇങ്ങനെ മുഖമൊക്കെ വെച്ചിട്ട് കാണുന്നത്. സത്യം പറ, നിങ്ങളും ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും നിങ്ങളിത് കാണുന്നത്. പിന്നെ സപ്രമഞ്ച കട്ടിലുണ്ട്, കുറേ മാലാഖകളുണ്ട്. എല്ലാം പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും പോരാ. അപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, അത്ഭുതം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, നമ്മുടെ ചൈനീസ് ജാറാണ്. ചൈനക്കാരൊക്കെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിരുന്നത് ഇതിൻ്റെ അകത്തായിരുന്നു. അത്ര എന്ത് വലുതാണല്ലേ. പിന്നെ ദേ ഒരു പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഒരു അൾത്താരയുടെ മുമ്പിൽ ഞാൻ വരുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. എനിക്കങ്ങനെ തോന്നി. ശരിക്കും ഇതൊരു അൾത്താര തന്നെയാണ്, ഇൻഡോ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള അൾത്താര. പഴയ പുരാതന പള്ളിയിൽ നിന്ന് പള്ളി എന്തോ പൊളിച്ചപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതോ എന്തോ ആണ്. പിന്നെ ദേ മണ്ണെണ്ണ വിളക്കിൽ കറങ്ങുന്ന ഫാൻ കേട്ടോ, കൊള്ളാല്ലേ. ഇങ്ങനത്തെ കുറച്ച് റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്ന് തിരുപ്പതി ഭഗവാന്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ് കേട്ടോ. ഒരു നിമിഷം ഞാനിത് അമ്പലമാണെന്ന് ഓർത്തുപോയി. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആത്മീയതയിലോട്ട് പോകേണ്ട സമയമായി. അപ്പോൾ ദേ ഇനി കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. നിങ്ങൾ അമ്മമാരെയൊക്കെ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വിഗ്രഹങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മമാരും തൊഴും. ഇനി പള്ളിയുടെ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മമാർ അവിടെയും പ്രാർത്ഥിക്കും. നോക്കിക്കോട്ടോ, അതെ ചെട്ടിനാട് പെയിൻറ്റിങ്സ് ആണ് ആ മുകളിലുള്ളത് കേട്ടോ. പിന്നെ അതേ നോക്കിക്കുക, നാരായം, അതിൻ്റെ മുകളിൽ എഴുത്തോല എഴുതണമെങ്കിൽ നാരായ വേണമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ഒരു ആമാടപ്പെട്ടി, ആഭരണങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ജ്വല്ലറി ബോക്സ്. ആഭരണമൊന്നും എനിക്കില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനം, അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമല്ലോ. എനിക്കൊരു ആമാടപ്പെട്ടി വേണമെന്നുണ്ട്. ഇതേ നോക്കി, ഡൗറി ബോക്സ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഡൗറി കൊടുത്തിരുന്നത് ഇതിൽ ഇട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡൗറി കിട്ടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച ബോക്സ് ആയിരിക്കാം. എന്താണെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരു ആമാടപ്പെട്ടി എനിക്ക് വേണമെന്ന് തോന്നി. പിന്നെ ആശ്ചര്യം തോന്നിയ മറ്റൊരു സാധനമാണ് കേട്ടോ, ഒരു ബോളാണ്, പോയിസൺ ടെസ്റ്റിംഗ് ബോൾ എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഹാര സാധനങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിഷാംശം ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് അനുസരിച്ച് മനസ്സിലാകും അത്രേ. കൊള്ളാല്ലേ. പിന്നെ ഇതേ ഒരു പല്ലാങ്കുഴി ഗെയിമുണ്ട്. പിന്നെ തെയ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് തെയ്യങ്ങളില്ല, അതിൻ്റെയൊക്കെ മുഖെഴുത്ത് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മുഖെഴുത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ തെയ്യത്തിൻ്റെ മുഖങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നോക്കിക്കേ, മുച്ചിലോട്ട് ഭഗവതി തെയ്യം. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പം മറ്റേ ജഗതി ഏതോ സിനിമയിൽ മുച്ചിലോട്ട് ഭഗവതിയെ എന്ന് വിളിക്കില്ലേ, അതാ ഓർമ്മ വന്നത്. അതുപോലെ തന്നെ ഇതാ ഇത് നോക്കിക്കേ, നമ്മുടെ സ്റ്റിക്ക്, ഊന്നുവടിക്ക് അകത്ത് വാള് വെച്ചത്. ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഊന്നുവടിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വാള് വലിച്ചെടുക്കുന്നത്, ആ സാധനമാണ് ഈ സാധനം. പിന്നെ എന്നിലെ നാഗവല്ലി ഉണർന്ന ഒരു നിമിഷമാണിത്. ആ ഒരു പ്രത്യേകതരം സൈക്കിക് വൈബ് എന്നിൽ വന്നു. കൊള്ളാലേ. ഞാൻ ആ ചിത്രത്തിലെ പോലെ ഒന്ന് ഇരുന്ന് നോക്കിയതാ. കൊള്ളില്ലെങ്കിലും നിങ്ങൾ കൊള്ളാമെന്ന് തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ നോക്കിക്കോ, ഒരു ന്യൂഡ് പോർട്രേറ്റ് ആണ് കേട്ടോ. സദാചാര ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അയ്യെന്ന് പറയായിരിക്കും, പക്ഷെ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ നമ്മളിനി മുകളിലോട്ട് കയറാൻ പോവുകയാണ്. ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു, ഇനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ മലബാർ ആർക്കിടെക്ചറിലാണ് പണിതിട്ടുള്ളെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ കൊച്ചി സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കൊച്ചി സ്റ്റൈൽ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ സ്റ്റെയർ കേസിൽ കൃഷ്ണൻ്റെ ഒരു പടം കണ്ടു കേട്ടോ. കറുത്ത കണ്ണൻ്റെ യഥാർത്ഥ കൃഷ്ണൻ്റെ കളർ ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാസ്കോഡ ഗാമ സാമൂദ്രിയോട് സംസാരിക്കുന്ന ഒരു പടം. ഇതേ മുകളിലോട്ട് കയറി വന്നപ്പോൾ ഉണ്ടല്ലോ, ഒറ്റ ഞെട്ടലായിരുന്നു. യേശുക്രിസ്തുവിനെ കണ്ടിട്ടേ പേടിച്ചു പോയി. പെട്ടെന്ന് ആ ഒരു ഇതിൽ നിൽക്കുവാണല്ലോ. അപ്പം ലെഫ്റ്റ് സൈഡിൽ മറ്റേ കള്ളൻ നിൽക്കുന്നുണ്ട്. ഇനി ഒരു കള്ളനല്ലേ ഉള്ളൂ, മറ്റേ കള്ളൻ ഞാനാണെന്നൊന്നും ആരും കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. യേശു നമ്മൾ അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അങ്ങനെ യേശുവിനെ കണ്ട് നമ്മളിതേ ഫസ്റ്റ് ഫ്ലോറിലെ വിസ്മയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ആഭരണ ശേഖരമൊക്കെ ഉണ്ട് കേട്ടോ. സ്വർണം കൊണ്ടുള്ളത്, വെങ്കലം കൊണ്ടുള്ളത്, അങ്ങനെ പല ഡിസൈൻസും പല ലോഹങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങളുടെ കളക്ഷൻ ഉണ്ട്.
അങ്ങനെ പല വിധത്തിലുള്ള പ്രതിമകൾ, വിളക്കുകൾ, പിന്നെ ഇതേതാ ഈ പുരാവസ്തു എന്ന് ചോദിക്കരുത് കേട്ടോ എൻ്റെ ഇടയിൽ. അല്ല ഇതേതാ വെണ്ണക്കൽ ശില്പം എന്നൊക്കെ വേണം ചോദിച്ചോ. പിന്നെ ഇത് നോക്കിക്കേ, എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ ആദ്യം മാലാഖയാന്ന് വിചാരിച്ചു ചിറക് കണ്ടിട്ട്. പിന്നെ ഇങ്ങനെ പൊട്ട് നോക്കി കഴിഞ്ഞപ്പോൾ മാലാഖയ്ക്ക് ഇങ്ങനെ പൊട്ടുണ്ടാവില്ലല്ലോ തോന്നി. ഇതേ മുകളിൽ നോക്കുക, അതുപോലെ ഒരാൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഗരുഡൻ എന്നാട്ടോ കണ്ടത്. ഭയങ്കരമായിട്ട് ആശ്ചര്യം തോന്നി. പിന്നെ ഡാൻസിൻ്റെ മുദ്രകൾ അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പശുക്കുട്ടി പാൽ കുടിക്കണം, നല്ല ഭംഗിയില്ലേ. ഓരോ പ്രതിമകൾക്കും അതിൻ്റേതായിട്ടുള്ള ഭംഗിയും അതിൻ്റേതായിട്ടുള്ള ശോഭയുണ്ട്. ഇതേ നോക്കിക്കേ, പാവകളി, പപ്പറ്റുകൾ. അപ്പം ഇത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും എക്സിബിഷൻ മാത്രമല്ല, ചില സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, എക്സിബിഷൻ കം സെയിലും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം കേട്ടോ. അതുമല്ല, ഇനി ആർക്കെങ്കിലും എനിക്ക് മേടിച്ച് തന്നെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് മേടിച്ച് അയച്ചു തന്നോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ കയറുന്ന വഴിക്ക് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് കയറുന്നത്. അവിടെയും കുറച്ച് പോർട്രേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, നായർ നമ്പൂതിരിയുടെ ഒക്കെ. പിന്നെ ഈ ചെസ് പീസുകൾ നോക്കിക്കേ, ശരിക്കും എനിക്ക് ആശ്ചര്യം തോന്നി. ഒന്ന് ചെക്ക് വിളിക്കണമെങ്കിൽ വരെ ചുമട്ടു തൊഴിലാളിനെ വിളിച്ചുകൊണ്ട് ഒന്ന് ചുമക്കേണ്ടി വരും, അത്രയ്ക്കും വലിയ കനമുള്ളതൊക്കെ. അങ്ങനെ മുകളിലെ കാഴ്ചകളൊക്കെ കാണുകയാണ് നമ്മൾ. ഇവിടെയും കുറേ കാര്യങ്ങളും പഴയ പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാല്ലേ? എന്ത് കൊള്ളാന്ന് ചുമ്മാ പറയാം, ഞാൻ പറയണ കേട്ടിട്ടല്ലേ. എല്ലാത്തിനും ഭയങ്കര അർത്ഥമാണേ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി കേട്ടോ, അവർ പറഞ്ഞു തരും. അപ്പം നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ വീണ്ടും ഒരു ഞെട്ടലാണ് കേട്ടോ. നേരത്തെ ഇവിടെ ഇതായിരുന്നു, തിയേറ്റർ ആയിരുന്നു. ഇവിടെ ആയിരുന്നു മറ്റേ കഥകളിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കുറച്ച് വസ്ത്രങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്കൻഡ് ഫ്ലോറിനെ കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂർ സ്റ്റൈലിലാണ് അത് പണിതിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊരു സ്റ്റേജ് പോലെ, ഒരു പക്ഷേ ഇവിടെ ആയിരുന്നിരിക്കാം പണ്ട് അനുഷ്ഠാന കലകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്താണെങ്കിലും ഇങ്ങനത്തെ പുരാവസ്തുക്കളാണ്. ടെമ്പിൾ ജ്വല്ലറീസ് ഒക്കെ നോക്കിക്കേ. ഇതല്ലാതെ ഒരു ആഭരണക്കട ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാനുള്ള അനുവാദം ഇല്ല. അതുപോലെ തന്നെ സെറ്റ് സാരിയൊക്കെ വേണമെങ്കിൽ മെയിനായിട്ട് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ട് വിൽക്കാൻ വെച്ചേക്കണേ ഞാൻ തോന്നുന്നു. ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് അത് ഭയങ്കര അഫോർഡബിൾ അല്ലായിരുന്നു. ടൂറിസ്റ്റുകളായിരിക്കും മെയിൻ ഫോക്കസ് ചെയ്തേക്കുന്നത്. തള്ളി തുറക്കട്ടെ വേണ്ട അല്ലേ, വല്ലോ ശരിക്കുള്ള തെക്കിനി മുറിയാണെങ്കിൽ പണി പാളും. അപ്പോൾ ഇവിടെയും കുറച്ച് ജ്വല്ലറി ബോക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. പിന്നെ ഇത് നോക്കിക്കേ, കോപ്പർ പ്ലേറ്റിൽ എഴുതിയിരുന്നാണ് ചാലുക്യ ഡൈനാസിറ്റി സമയത്തുള്ള കർണാടക ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട് അത്രേ. ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ എഴുത്തോല മുകളിൽ കാണിച്ചത്. ഇതിന്റെ മുകൾ ഭാഗമൊക്കെ നോക്കിക്കേ, എല്ലാം തടിപ്പണിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കിവിടെ താമസിക്കാൻ വേണ്ടി തോന്നി കേട്ടോ. പിന്നെ ഇത് നോക്കിക്കേ, ഇതൊരു തമിഴ്നാട്ടിലെ ഒരു ക്രിസ്ത്യൻ ആളുടെ പടാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പണ്ട് കാലത്ത് ഒരു ക്രിസ്ത്യൻ അമ്മൂമ്മയുടെ പടമായിരുന്നു അത്രേ അത്. അപ്പം ഇതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയേക്കുവാണ്. കാഴ്ചകൾ തീർന്നിട്ടില്ല, പുറത്തു കൊണ്ടിട്ടോ കുറേ വിസ്മയങ്ങൾ കാണിക്കാവേ. ഫ്രണ്ടിൽ തന്നെ ഒരു കാമധേനുവിൻ്റെ ഒരു ശില്പമുണ്ട്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ കാമധേനു പശുവിനെ വിചാരിച്ച് വെച്ചേക്കുന്നത്. ഇങ്ങനെ സ്ത്രീ മുഖം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയായിരുന്നോ? പിന്നെ ഇതുപോലെ പുറത്ത് ഒരുപാട് വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അകത്ത് വെക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല, ഒരുപാടുണ്ട്. അത് നല്ല നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഈ നടത്തം കാണുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി പറയട്ടെ കേട്ടോ. ജോർജ് ജെ തളിയത്ത് എന്ന് പറയുന്ന ആളുടെ മ്യൂസിയമാണ് ഇത്. ആള് അദ്ദേഹത്തിന്റെ യാത്രയിൽ കളക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വെച്ചേക്കുന്നത്. അദ്ദേഹത്തിന്റെ സമ്പാദ്യം മൊത്തം ഈ ഒരു മ്യൂസിയത്തിലോട്ടാണ് അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് ഇപ്പോൾ ഒരാൾക്കുള്ളത്. പിന്നെ മൊബൈലിൽ പോലും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് എക്സ്ട്രാ നമ്മൾ 100 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ മ്യൂസിയം പഴമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും സന്ദർശിക്കേണ്ട ഒരു മ്യൂസിയം എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ഇത്രയും അത്ഭുതം ഉണ്ടെന്ന് ഇതിൻ്റെ മുമ്പിൽ കൂടെ തേരപ്പാരം പലതവണ നടന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരും കേട്ടോ. ഇവിടെ നീ മ്യൂസിയം ഒന്ന് നോക്കിക്കേ, നല്ല ഭംഗിയില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോർ മലബാറിൻ്റെയും ഫസ്റ്റ് ഫ്ലോർ കൊച്ചിയുടെയും സെക്കൻഡ് ഫ്ലോർ തിരുവിതാംകൂറിൻ്റെയും ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് പണിതിട്ടുള്ളത്. അപ്പം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം തേവര ഫെറി റൂട്ടിലാണ് കേട്ടോ കേരള ഫോക്ലോർ മ്യൂസിയം ഉള്ളത്. അയ്യോ, ഒരു കാര്യം മറന്നു, ഈ സന്ദർശന സമയം പറഞ്ഞില്ലല്ലോ. 9 AM മുതൽ 6 PM വരെയാണ് കേട്ടോ സന്ദർശന സമയം വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്നോ അങ്ങനെയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് മറക്കരുത്. പിന്നെ സമയം കിട്ടുമ്പോൾ ഈ മ്യൂസിയത്തിൽ ഒന്ന് പോട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ഫ്രം വർഷവിയോ.